ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് നകുലോപാഖ്യാനം എന്നാണ്. ഇത് മഹാഭാരതത്തിൽ നിന്നുള്ള ഒരു കഥയാണ്. പറയട്ടെ. പണ്ട് മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് കൗരവരുടെ കൈവശമുണ്ടായിരുന്ന തങ്ങളുടെ രാജ്യം മുഴുവനും വീണ്ടെടുത്ത പാണ്ഡവന്മാർ അവരുടെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ഒരു ദിഗ്വിജയം നടത്തുകയും അതിലുണ്ടായ വിജയത്തെ ആഘോഷിച്ചുകൊണ്ട് ധർമ്മപുത്രർ ഒരു അശ്വമേധയാഗം അനുഷ്ഠിക്കുകയും ചെയ്തു. യുധിഷ്ഠിരൻ്റെ സഹോദരന്മാരായ ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നീ 4 വീരന്മാർ 4 ദിക്കുകളിലും പോയി ദിഗ്വിജയം ചെയ്ത് സമ്പാദിച്ചു കൊണ്ടുവന്ന സമ്പത്ത് മുഴുവൻ അവർ ഈ യജ്ഞത്തിൽ ചെലവ് ചെയ്യുകയും ഈ യജ്ഞം വളരെ ഭംഗിയായിട്ട് എല്ലാ വിധിപ്രകാരവും നടക്കുകയും ചെയ്തു. ഈ യജ്ഞത്തിൽ പങ്കുകൊള്ളാനും ഇത്രയും വലിയൊരു മഹോത്സവം കണ്ട് ദാനങ്ങൾ വാങ്ങുവാനുമായിട്ട് ഒരുപാട് ബ്രാഹ്മണർ കൂടിയിരുന്നു. അവർക്ക് പലതരത്തിലുള്ള ദാനവും ദക്ഷിണയൊക്കെ കൊടുത്ത് യുധിഷ്ഠിരൻ അവരെ തൃപ്തിപ്പെടുത്തി. മാത്രമല്ല, യുദ്ധത്തിൽ മരിക്കാതെ ജീവിച്ച തൻ്റെ ബന്ധുക്കളെ എല്ലാവരെയും വിളിച്ച് അവർക്കും വേണ്ടതായ സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിച്ചു. അശക്തരും അംഗവൈകല്യമുള്ളവരും അസുഖം ബാധിച്ച് കിടക്കുന്നവരും ദരിദ്രരും എന്ന് വേണ്ടവർക്കെല്ലാം വേണ്ടതെല്ലാം അദ്ദേഹം കൊടുത്ത് സന്തോഷിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ദാനത്തിൻ്റെ ബാഹുല്യം ഇതേവരെ ഈ ലോകത്തിൽ നടത്തപ്പെട്ടിട്ടുള്ള എല്ലാ യാഗങ്ങളെക്കാളും വലുതായിരുന്നു. കേട്ടവർ അദ്ദേഹത്തെ പ്രശംസിച്ചു. ഇത്ര സമൃദ്ധമായ ഒരു യജ്ഞം മറ്റാരും അതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ദേവന്മാർ പോലും സന്തോഷിച്ച് ധർമ്മപുത്രരുടെ ശിരസിൽ പുഷ്പാർച്ചന നടത്തി. അവസാനം യാഗം അവസാനിച്ചു. മംഗളസ്നാനം ചെയ്തു വന്ന ചക്രവർത്തിയെ യാചകന്മാർ മുതൽ സാമന്ത രാജാക്കന്മാർ വരെ എല്ലാവരും പ്രശംസിച്ചു. ഈ സമയത്ത് എവിടെ നിന്നോ വന്ന ഒരു കീരി ആ യാഗം നടന്നിരുന്ന ശാലയിലേക്ക് കടന്നു ചെന്ന് കുറേ നേരം അവിടെയെല്ലാം കിടന്നുരുണ്ടു. എന്നിട്ട് ഉറക്കെ മനുഷ്യർ സംസാരിക്കും പോലെ പറഞ്ഞു, അല്ല രാജാക്കന്മാരെ, കുരുക്ഷേത്ര നിവാസിയും യാചകനുമായ ഒരു ബ്രാഹ്മണൻ ഒരിടങ്ങഴി മലർപ്പൊടി കൊണ്ട് ചെയ്ത ഒരു ദാനത്തിന് തുല്യമല്ല ഈ കഴിഞ്ഞ യാഗം. അദ്ദേഹം ചെയ്ത യജ്ഞത്തോളം വലുതല്ല ഈ യജ്ഞം. ഇത് കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇത്ര അപമാനകരമായ ഒരു അപവാദം ആരാണ് പറഞ്ഞത് എന്ന് എല്ലാവരും നോക്കുമ്പോൾ യാഗശാലയുടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കിടക്കുന്ന ഈ കീരിയെ കണ്ടെത്തി. കീരിയെ പറയുന്ന പേരാണ് നകുലം. അതുകൊണ്ടാണ് ഈ കഥയുടെ പേര് നകുലോപാഖ്യാനം എന്ന് വന്നത്. അപ്പോൾ എല്ലാവരും ഈ ചെന്ന് കീരിയെ നോക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മിന്നുന്ന പൊൻനിറമായിരുന്നു, സ്വർണ്ണ നിറമായിരുന്നു. അത് കണ്ടപ്പോൾ ഇത് സാധാരണ ഒരു കീരി അല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും കൂടി അതിനെ വിളിച്ച് ചോദിച്ചു, അല്ലയോ നകുലശ്രേഷ്ഠ, ദിവ്യമായ രൂപം ധരിച്ചുകൊണ്ട് മനുഷ്യരെ പോലെ സംസാരിക്കുന്ന നീ ആരാണ്? എവിടെ നിന്നാണ് നീ വരുന്നത്? വേണ്ടവണ്ണം മഹത്തായ രീതിയിൽ നടത്തപ്പെട്ട ഈ യാഗത്തെപ്പറ്റി ഇങ്ങനെ നിന്ദിക്കാൻ തക്കവണ്ണം എന്തൊരു ജ്ഞാനമാണ് നിനക്കുള്ളത്? ദേവന്മാരെ ഹവിദാനം കൊണ്ടും പിതൃക്കളെ ശ്രാദ്ധ തർപ്പണങ്ങൾ കൊണ്ടും ബ്രാഹ്മണരെ ദാനങ്ങൾ കൊണ്ടും തൃപ്തിപ്പെടുത്തിയ ഒരു യാഗമാണ് ഇപ്പോൾ നടന്നത്. ദരിദ്രരെ ദാനങ്ങൾ കൊണ്ടും സുഹൃത്തുക്കളെ സമ്മാനങ്ങൾ കൊണ്ടും സന്തോഷിപ്പിച്ച ഈ മഹായജ്ഞത്തിൻ്റെ സമ്പത്തിന് എന്തെങ്കിലും കുറവുള്ളതായിട്ട് ആർക്ക് പറയാൻ പറ്റും? ന്യായമായി നേടിയ പണം കൊണ്ടാണ് ഈ ദാനധർമ്മങ്ങളൊക്കെ നടത്തപ്പെട്ടത്. അനാഥർക്ക് രക്ഷ നൽകി, ശരണം പ്രാപിച്ചവർക്ക് അഭയം നൽകി നടത്തിയ ഈ വിജയോത്സവത്തിൽ എന്ത് കുറവാണ് നിനക്ക് പറയാനുള്ളത്? എന്തായാലും നീ ഇപ്പം തന്നെ തുറന്നു പറയണം. അപ്പോൾ ഈ നകുലം കീരി ഉറക്ക പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യമാണ്. വെറും 4 നാഴി മലർപ്പൊടി കൊണ്ട് നടത്തിയ യജ്ഞത്തിൻ്റെ മഹാത്മ്യത്താൽ സ്വന്തം കുടുംബത്തോടൊപ്പം സ്വർഗം പ്രാപിച്ച ബ്രാഹ്മണനെ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇതൊരു കെട്ടുകഥയൊന്നുമല്ല. നിങ്ങളോട് വേണമെങ്കിൽ ഞാൻ ആ കഥ പറഞ്ഞു തരാം, നിങ്ങൾ കേട്ടോളൂ. അങ്ങനെ ആ കീരി ആ കഥ പറയാൻ തുടങ്ങി. നമ്മുടെ ഈ കുരുക്ഷേത്രത്തിൽ തന്നെ ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് കുടുംബമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ധനധാന്യങ്ങൾ സമ്പാദിച്ച് വെക്കുക എന്നൊരു പതിവുണ്ടായിരുന്നില്ല. മരങ്ങളിൽ നിന്നോ ചെടികളിൽ നിന്നോ പാകമായി പൊഴിഞ്ഞു വീണ് ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഫലങ്ങൾ പെറുക്കിയെടുത്തും വഴിയിൽ പടുമുളയായിട്ട് മുളച്ചു വരുന്ന നെല്ലിൻ്റെ കതിരിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന നെൽമണികൾ പെറുക്കിയെടുത്തും അല്ലെങ്കിൽ ഭിക്ഷ ചെയ്തും ഒക്കെയാണ് ഈ ബ്രാഹ്മണൻ അന്നത്തെ ഭക്ഷണത്തിന് വക കണ്ടെത്തിയിരുന്നത്. അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടതിലധികം ഒരു മണി പോലും ഭക്ഷണം ഇദ്ദേഹം സമ്പാദിച്ചിരുന്നുമില്ല, കരുതി വെച്ചിരുന്നുമില്ല. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിലും ഈശ്വരനെ ഭജിക്കുന്നതിലും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ ആവശ്യത്തിലധികം സമ്പാദിച്ച് അത് കൂട്ടിവെച്ച് അതിനെപ്പറ്റി ചിന്തിച്ച് സമയം കളയാനോ അതിനുവേണ്ടി മെനക്കെടാനോ ഈ ബ്രാഹ്മണൻ ശ്രദ്ധിച്ചിരുന്നില്ല. അദ്ദേഹം പതിവായി നേരം വെളുക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് കുളിച്ച് നിത്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട്
അങ്ങുമിങ്ങും കൊഴിഞ്ഞു കിടക്കുന്ന നെൽമണി കൊത്തി തിന്നാൻ പോകുന്ന പ്രാവുകളെ പോലെ വല്ല ദിക്കിലും പോയി ആഹാരത്തിന് എന്തെങ്കിലും സമ്പാദിക്കും. ഉച്ചയാകുമ്പോൾ കിട്ടിയതും കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി, അഥവാ അതിഥികൾ വല്ലവരും ഉണ്ടെങ്കിൽ അവരെയും കൂടി സൽക്കരിച്ച് ബാക്കി കഴിച്ച് ജീവിക്കും. ചില ദിവസം വിശപ്പ് മാറ്റുവാൻ വേണ്ടുവോളം ഭക്ഷണം കിട്ടും, ചിലപ്പോൾ കിട്ടിയില്ലെന്നും വരും. അങ്ങനെയെല്ലാമാണെങ്കിലും അദ്ദേഹം ഒരിക്കലും ദൈവത്തിനെ നിന്ദിക്കാതെ സ്വന്തം ധർമ്മത്തെ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നു. ധനം സമ്പാദിക്കാൻ അദ്ദേഹം പ്രയത്നിച്ചതേയില്ല. അങ്ങനെയിരിക്കെ നാട്ടിൽ വല്ലാത്ത ഒരു ക്ഷാമം ബാധിച്ചു. ധാന്യം ശേഖരിച്ച് സൂക്ഷിക്കാത്ത ഈ ബ്രാഹ്മണന് വളരെയധികം ബുദ്ധിമുട്ടിലായി. പല ദിവസങ്ങളിലും അവരുടെ വീട്ടിൽ പട്ടിണിയായി. അങ്ങനെ കുറേ ദിവസങ്ങൾ പട്ടിണിയായിട്ട് ബുദ്ധിമുട്ടിയ ഇദ്ദേഹം വേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കാതെ വിശന്നു വലഞ്ഞു. അവസാനം പട്ടിണി സഹിക്കാൻ വയ്യാതെ ഇദ്ദേഹം കുടുംബത്തോടൊപ്പം ഭിക്ഷാടനത്തിന് ഇറങ്ങി. കുടുംബം എന്ന് പറയുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും മകൻ്റെ ഭാര്യയും, അങ്ങനെ 4 പേരായിരുന്നു. ഒരു ദിവസം ഉച്ചയാകുന്നത് വരെ ഇവർ 4 പേരും ഭിക്ഷാടനം നടത്തിയിട്ടും ഒന്നും കിട്ടിയില്ല. എല്ലാവരും നടന്ന് തളർന്ന് ക്ഷീണിച്ച് അന്ന് പട്ടിണിയായിരിക്കും എന്ന് വിഷമിച്ച് വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ അവരുടെ അയൽപ്പക്കത്തുള്ള ഒരാൾ ദയ തോന്നി അവർക്ക് ഒരിടങ്ങഴി അരി കൊണ്ടുവന്ന് കൊടുത്തു. അതുകൊണ്ട് അവർ മലർപ്പൊടി ഉണ്ടാക്കി 4 പേരും കൂടി കഴിക്കാൻ എടുത്തു വെച്ചു. ഒരിടങ്ങഴി എന്ന് പറയുമ്പോൾ 4 നാഴിയാണ്. നാഴി എന്ന് പറയുന്ന അളവ് പാത്രമാണ്. ഈ 4 നാഴി എന്ന് പറഞ്ഞാൽ 4 പാത്രം നിറയെ മലർപ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്രാഹ്മണൻ ഒരു പാത്രം മലർപ്പൊടി എടുത്തു, ബ്രാഹ്മണൻ്റെ ഭാര്യ ഒരു പാത്രം മലർപ്പൊടി എടുത്തു, മകൻ ഒരു പാത്രം മലർപ്പൊടി എടുത്തു, മകൻ്റെ ഭാര്യ ഒരു പാത്രം മലർപ്പൊടി എടുത്തു. അങ്ങനെ 4 നാഴി മലർപ്പൊടി 4 പേരും പങ്കിട്ടെടുത്ത് കഴിക്കാൻ ഇരുന്നു. അങ്ങനെ ഇവർ കഴിക്കാനിരിക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് ഒരു ബ്രാഹ്മണൻ അവരുടെ വീട്ടിലേക്ക് കയറി ചെന്നു. ഒരു അതിഥി വന്ന് കയറുന്നത് കണ്ട ഈ ഗൃഹസ്ഥനായ ബ്രാഹ്മണൻ ചെന്ന് വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ എതിരേറ്റു സ്വാഗതം പറഞ്ഞ് അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. ദർഭപ്പുല്ല് മടഞ്ഞുണ്ടാക്കിയ ഒരു പായിൽ അദ്ദേഹത്തെ ഇരുത്തി എന്നിട്ട് കാലൊക്കെ കഴുകിച്ച് എന്ത് വേണം എന്ന് ചോദിച്ചു. ഈ സമയത്ത് ഈ ബ്രാഹ്മണൻ്റെ മകൻ ഒരു വിശറി കൊണ്ടുവന്നിട്ട് ഈ അതിഥിയെ വീശി തുടങ്ങി. വളരെ സൗഖ്യവാനായിട്ട് ഇരുന്ന ഈ അതിഥി ബ്രാഹ്മണനോട് പറഞ്ഞു, എനിക്ക് വല്ലാതെ വിശക്കുന്നു, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. അപ്പോൾ ഈ ഗൃഹസ്ഥനായ ബ്രാഹ്മണൻ തനിക്ക് കഴിക്കാനായി മാറ്റിവെച്ചിരുന്ന ഈ ഒരു പാത്രം ഒരു നാഴി മലർപ്പൊടി ഈ അതിഥിക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ മലർപ്പൊടി ഞാൻ ന്യായമായി സമ്പാദിച്ചതും ശുചിയായിട്ടുണ്ടാക്കിയതുമാണ്, ഇത് ഭക്ഷിച്ച് അങ്ങയുടെ വിശപ്പ് ശമിപ്പിച്ചാലും. അപ്പോൾ ഈ അതിഥി ഉടൻ തന്നെ ഈ മലർപ്പൊടി വാങ്ങി അത് കഴിച്ചു. പക്ഷേ അദ്ദേഹത്തിന് വിശപ്പ് ശമിച്ചില്ല. അപ്പോൾ അദ്ദേഹം വിശക്കുന്നു, എനിക്ക് കുറച്ചുകൂടി കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ബ്രാഹ്മണന് വലിയ വിഷമമായി, കാരണം അദ്ദേഹത്തിൻ്റെ പങ്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ ഓഹരിയും കൂടി അതിഥിക്ക് കൊടുക്കണം. അതിഥിയെ തൃപ്തിപ്പെടുത്തുവാൻ ഒരു വീടിൻ്റെ ഗൃഹനാഥനെ പോലെ തന്നെ ഗൃഹനാഥയും കടപ്പെട്ടവളാണ്, അതുകൊണ്ട് എൻ്റെ ഭക്ഷണം കൂടി അങ്ങ് കൊടുത്താൽ എനിക്കൊരു വിഷമവുമില്ല. അപ്പോൾ ഈ ബ്രാഹ്മണൻ പറഞ്ഞു, എന്നെക്കാളും നീയാണിപ്പോൾ ക്ഷീണിച്ചിരിക്കുന്നത്, പട്ടിണി കിടന്ന് നീ എല്ലും തോലും മാത്രമായിട്ടുണ്ട്, അതുകൊണ്ട് നിൻ്റെ ഭക്ഷണം കൊടുത്താൽ നീ വിശന്ന് മരിച്ചു പോയില്ലേ, അതുകൊണ്ട് അത് കൊടുക്കണ്ട. പക്ഷേ ഈ ബ്രാഹ്മണ പത്നി സമ്മതിച്ചില്ല. ഒരതിഥി വിശന്നിരിക്കുമ്പോൾ ആ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് എൻ്റെ മലർപ്പൊടി കൂടി അങ്ങ് അതിഥിക്ക് കൊടുത്തോളൂ. അപ്പോഴും ഭർത്താവിന് ഇത് കൊടുക്കാൻ മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് ഭാര്യ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ മലർപ്പൊടി കൊണ്ടുപോയി ഈ അതിഥിക്ക് കൊടുത്തു. അങ്ങനെ ഈ അതിഥി ആ മലർപ്പൊടിയിൽ നിന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറിയില്ല. അപ്പോൾ ബ്രാഹ്മണൻ്റെ മകൻ തൻ്റെ പങ്ക് മലർപ്പൊടി എടുത്തുകൊണ്ട് വന്നു. ബ്രാഹ്മണൻ ഇത് കണ്ടപ്പോൾ വലിയ വിഷമം വന്നു. അദ്ദേഹം പറഞ്ഞു, നിൻ്റെത് ബാലശരീരമാണ്, നീ ചെറുപ്പമാണ്, നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ്, ഇത് കൊടുത്താൽ നീ എന്ത് ചെയ്യും? അപ്പോൾ മകൻ പറഞ്ഞു, അതിഥി വിശന്നിരിക്കുമ്പോൾ എനിക്ക് ഭക്ഷിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എൻ്റെ ഭക്ഷണം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാം. അങ്ങനെ തൻ്റെ പങ്കായിരുന്ന ഈ മലർപ്പൊടി കൊണ്ടുവന്ന് ഈ അതിഥിക്ക് കൊടുത്തു. അപ്പോഴും ഈ അതിഥിയുടെ വിശപ്പ് മാറിയില്ല. അപ്പോൾ ബ്രാഹ്മണൻ്റെ മരുമകൾ തൻ്റെ പങ്ക് മലർപ്പൊടി കൊണ്ടുവന്നു. തൻ്റെ ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ അതിഥി വിശന്നിരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് എൻ്റെ പങ്ക് മലർപ്പൊടി കൂടി അദ്ദേഹത്തിന് കൊടുത്തോളൂ. അങ്ങനെ ആ മലർപ്പൊടിയും ഈ അതിഥിക്ക് കൊടുത്തു. അങ്ങനെ ഇവർ 4 പേരും അവരവരുടെ പങ്ക് മലർപ്പൊടി ഈ അതിഥിക്ക് കൊടുത്ത് അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തി. അങ്ങനെ 4 പേരുടെയും മലർപ്പൊടി കഴിഞ്ഞതോടെ ഇദ്ദേഹം തൃപ്തനായി. അദ്ദേഹം ബ്രാഹ്മണനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ ദാനം കൊണ്ട് ഞാൻ വളരെ സംതൃപ്തനായിരിക്കുന്നു. ഞാൻ മനുഷ്യനല്ല, ഞാൻ അങ്ങയുടെ ധർമ്മശ്രദ്ധയെ പരീക്ഷിക്കാനായിട്ട് വന്ന ധർമ്മരാജനാണ്. നിർമ്മല ഹൃദയത്തോടെ അങ്ങ് ദാനം ചെയ്ത ഈ മലർപ്പൊടി ഭക്ഷിച്ചതുകൊണ്ട് എനിക്ക് ഇതിനു മുമ്പ് ഒരിക്കലും അനുഭവിക്കാത്ത ഒരു സന്തോഷവും സംതൃപ്തിയും തോന്നി. അങ്ങ് നോക്കൂ, അങ്ങയുടെ ദാനത്തെ പ്രശംസിച്ചുകൊണ്ട് ദേവകൾ പുഷ്പവൃഷ്ടി നടത്തുന്നു.
അങ്ങ് ഇനി ഈ ഭൂമിയിൽ വസിക്കാൻ യോഗ്യനല്ല. അങ്ങയുടെ സ്ഥാനം ഇനി സ്വർഗത്തിലാണ്. സ്വർഗലോകത്തെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് അങ്ങ് ഇനി സ്വർഗത്തിൽ വന്ന് വസിച്ചാൽ മതി. ഒരു ദാനം ചെയ്യുമ്പോൾ അതിലേറ്റവും മുഖ്യമായ അംശങ്ങൾ ചിത്തശുദ്ധിയും ദ്രവ്യശുദ്ധിയുമാണ്. ദാനം ചെയ്ത വസ്തുവിൻ്റെ വലിപ്പം വളരെ അപ്രധാനമാണ്. അനേകായിരം ഗോക്കളെ ദാനം ചെയ്ത് സുഹൃതം നേടിയ നൃഗരാജാവ് സ്വന്തമല്ലാത്ത ഒരൊറ്റ പശുവിനെ അറിയാതെ ദാനം ചെയ്തത് നിമിത്തം നരകത്തിൽ പതിച്ചു. സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ച് പരുന്തിന് കൊടുത്ത് ഒരു പ്രാവിനെ രക്ഷിച്ച ശിബി ചക്രവർത്തി ആകട്ടെ സ്വർഗവാസ സുഖമാണ് ലഭിച്ചത്. അതുകൊണ്ട് എത്ര വലിയ യാഗത്തെക്കാളും വലിയ പവിത്രമായ ഒരു കർമ്മമാണ് ഈ 4 നാഴി മലർപ്പൊടി കൊണ്ട് നിങ്ങൾ നടത്തിയത്. ഇതാ നോക്കൂ, നിങ്ങളെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകാൻ രഥം വന്നു കഴിഞ്ഞു. ഇതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ബ്രാഹ്മണനെയും കുടുംബത്തെയും വിമാനത്തിൽ കയറ്റി സ്വർഗലോകത്തേക്ക് കൊണ്ടുപോയി. ഇതും കണ്ടുകൊണ്ട് അവരുടെ വീടിൻ്റെ മുന്നിലുള്ള ഒരു മാളത്തിൽ താമസിക്കുകയായിരുന്ന കീരി ഇരിപ്പുണ്ടായിരുന്നു. ഈ കീരിക്ക് വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു. ഈ ദാനം ചെയ്ത സ്ഥലത്ത് എന്തെങ്കിലും തനിക്ക് കഴിക്കാനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ എല്ലാം ചുറ്റി നടന്നപ്പോൾ അതിഥിയുടെ കാൽ കഴിയിച്ച വെള്ളം അവിടെ ഉണ്ടായിരുന്നു. കീരിയുടെ ദേഹത്ത് ഈ വെള്ളം തൊട്ടപ്പോൾ അവിടെ എല്ലാം സ്വർണ്ണ നിറമായി തീർന്നു. അത് കണ്ടപ്പോൾ കീരിക്ക് വലിയ അത്ഭുതമായി. പക്ഷേ കീരിയുടെ ശരീരത്തിൻ്റെ ഒരു വശം സ്വർണ്ണ നിറമാക്കാനുള്ള വെള്ളമേ അവിടെ കിടപ്പുണ്ടായിരുന്നുള്ളൂ. അന്ന് മുതൽ എല്ലാ യാഗസ്ഥലങ്ങളിലും ദാനധർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലും കീരി ചെന്ന് അവിടെ കിടക്കുന്ന വെള്ളത്തിലോ പൂക്കളിലോ കിടന്നുരുളും. തൻ്റെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗം കൂടി സ്വർണ്ണ നിറമാകുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇപ്രകാരം ചെയ്തുകൊണ്ടിരുന്നത്. യുധിഷ്ഠിരൻ വലിയ യാഗം നടത്തുന്നു, ആ യാഗത്തിൽ വളരെയധികം ദാനധർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് കേട്ട കീരി വളരെ പ്രതീക്ഷയോടെ തൻ്റെ ബാക്കി ശരീരം കൂടി സ്വർണ്ണ നിറമാക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അത് സ്വർണ്ണ നിറമായി തീർന്നില്ല. ഇത്രയും പറഞ്ഞ കീരി പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4 നാഴി മലർപ്പൊടി കൊണ്ട് നിർമ്മല ചിത്രനായ ആ ബ്രാഹ്മണൻ നടത്തിയ യജ്ഞം ഇതിനേക്കാൾ മഹാത്മ്യമേറിയതാണ് എന്ന്. ഇത് കേട്ട യുധിഷ്ഠിരൻ്റെ മനസ്സിൽ തൻ്റെ യാഗത്തെപ്പറ്റി ഉണ്ടായിരുന്ന ചെറിയൊരു അഹങ്കാരം അതോടെ ശമിക്കുകയും അദ്ദേഹം ആ ബ്രാഹ്മണൻ്റെ ദാനധർമ്മത്തെ പ്രകീർത്തിക്കുകയും ചെയ്തു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.